everyone and welcome back to our new video. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലുള്ള ഒരു വീട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വീട് എന്തിനാ യൂസ് ആവാന്ന് ചോദിച്ചാൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഇടാനും ഇത് യൂസ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. കണ്ടാലും ഒരു വീട് പോലെ തോന്നെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഇട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അപ്പൊ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള അളവിൽ 2 പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഒന്ന് മടക്കി എടുക്കുക. മടക്കുമ്പം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നല്ല അമർത്തിയിട്ട് തന്നെ അത് മടക്കി അതിന്റെ എഡ്ജൊക്കെ ഒന്ന് എടുക്കുക. പിന്നെ രാവിലെ തന്നെ എണീച്ച് വോയിസ് ഓവർ കൊടുക്കുന്നതായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില അപാകതകളൊക്കെ ഈ വീഡിയോയിൽ കാണാം. വോയിസ് ഓവറിൽ ഇട്ടോ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സോറി. പിന്നെ ഇത് ക്യാമറ കുറച്ച് മുന്നോട്ടായിട്ടും പേപ്പർ കുറച്ച് ബാക്കോട്ടായിട്ടും ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പേപ്പർ 3 ആയിട്ട് മടക്കുക, അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒന്ന് മടക്കിയെടുക്കുക. ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിവർത്തിയാൽ കുറച്ച് സ്ക്വയേഴ്സിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സ് ഇതുപോലെ നിവർത്തിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് നിവർത്തി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ 1 സെന്റിമീറ്റർ ഒക്കെ ഒന്ന് ഗ്യാപ്പിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റിൽ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മടക്കിയ ആ ലൈൻസിലൂടെ തന്നെ ഈ പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ മടക്കൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. ഇതിൽ മടക്കൽ മാത്രമേ ഉള്ളൂ, ഒട്ടിക്കലും ഇല്ല, അതുപോലെ തന്നെ വെട്ടലും ഇല്ല. ഇനി ആ ബോക്സിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ലൈനിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അത് താഴെ മേലുമായിട്ട് മടക്കുക, 2 സൈഡ്സിലുമായിട്ടും മടക്കിയെടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പേജിൽ തന്നെ ഒരു ഇൻഡു ഫോം ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇതിൽ മടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല അമർത്തി നല്ല ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ മടക്കാൻ, കാരണം അടയാളം ഇങ്ങനെ നമുക്ക് കാണണം. ഇനി നമ്മൾ ബോക്സ് ആക്കാനുള്ള ആ ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിൽ കാണിച്ച പോലെ തന്നെ ഈ 2 അറ്റത്തുള്ള ഈ 2 ലൈൻസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് അതിന്റെ മേലെ കാണുന്നത് അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാണുമ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്ത് നോക്കിയാൽ നല്ല സിമ്പിൾ ആയിട്ടായിരിക്കും. സിമ്പിൾ ആവാതെ ഞാൻ ചെയ്യൂലല്ലോ. പിന്നെ അത് ഗ്ലൂ തേക്ക്, അതല്ലാതെ മറ്റെന്തെങ്കിലും വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ. ഞാൻ ആ ബ്ലൂ ആൻഡ് വൈറ്റ് ഹൗസ് ഉണ്ടാക്കിയത് ഞാൻ ഗ്ലൂവോ ഒന്നും തേച്ചിട്ടില്ല. ഇതിൽ പിന്നെ കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ടൈറ്റ് ആയി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗ്ലൂ ഒക്കെ തേക്കുന്നത് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ആ ഒരു ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ ചെയ്തതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് 3 ആക്കിയിട്ട് ഒന്ന് മടക്കിയെടുക്കുക. നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. പക്ഷെ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഒരു സ്റ്റെപ്പ് നമ്മൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഒരു 3 ആക്കി മടക്കിയതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് 3 ആക്കി മടക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു ബ്ലാക്ക് പേപ്പർ കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള പേപ്പറാണ്, നമ്മുടെ A4 ഷീറ്റിന്റെ മാതിരി ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മടക്കിയെടുക്കാൻ കുറച്ച് ടഫാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 പേപ്പർ എടുത്താലും മതി. ഞാൻ ആ ബ്ലൂ ആൻഡ് വൈറ്റിൽ എടുത്തിട്ടുള്ള ആ വൈറ്റ് കളർ A4 പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ട് മടക്കൽ കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ അതേ സെയിം സ്റ്റെപ്പ് തന്നെ ഇതിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ നോക്കുമ്പം 2 അറ്റത്തുള്ള ആ സ്ക്വയേഴ്സിൽ നമ്മൾ ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ആ പേപ്പർ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഡു ആയിട്ട് കിട്ടും. ഫസ്റ്റ് പേപ്പർ നമ്മൾ കംപ്ലീറ്റ് നിവർത്തിയിരുന്നു, പക്ഷെ ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു ഭാഗം മാത്രമേ നിവർത്തുന്നുള്ളൂ, ഒരു ഭാഗം ഉള്ളിലേക്ക് തന്നെയാണ്. എന്നിട്ട് ആ നിവർത്തിയ ഭാഗത്തിന്റെ ഫസ്റ്റ് തന്നെയുള്ള ലൈന് നമ്മളൊന്ന് പുറത്തേക്ക് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റും ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കുമ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ട്രയാങ്കുലർ പോലെ കിട്ടും. എന്നിട്ട് ഇതിന്റെ അറ്റത്ത് വരുന്ന ഈ ഒരു ട്രയാങ്കുലർ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഗ്ലൂ തേക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഈ മടക്കൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നന്നാവും എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യരുത്, കാരണം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അത് വിഷമാവും, പിന്നെ ഇത് നിങ്ങൾ നിർത്തിപ്പോവും. പക്ഷെ അതങ്ങനെയല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഒരു ട്രിക്ക് മനസ്സിലാവും. എന്നിട്ട് ആ സ്ക്വയറിലേക്ക് ഈ ട്രയാങ്കുലർ ഒന്ന് അതിന്റെ മേലെ വെക്കുക. പിന്നെ വീട്ടിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് ഡോറും വിൻഡോയും. അപ്പൊ അതും കൂടി വെച്ചെടുത്ത സംഗതി സെറ്റ് ആയി കിട്ടി. അതിന്റെ ഒരു മേലഭാഗം തുറന്നിട്ട് നമുക്ക് വേണ്ട ഗിഫ്റ്റ് അതിലേക്ക് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.